നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീലാനി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. തിരൂർ തലക്കെടുത്തൂർ ഭാഗത്തു നിന്നും വിതരണത്തിനായി കൊണ്ടുവന്ന രേഖകളില്ലാത്ത പണം പോലീസ് പിടിച്ചെടുത്തു. പാറയിൽ ഫസലുവിന്റെ 33ാമത് പ്രസിദ്ധീകരണമായ സുകൃതം പ്രകാശനം ചെയ്തു. അപകടം പതിഞ്ഞിരിക്കുന്ന കീരനെല്ലൂർ ന്യൂഘട്ട് നടപ്പാത. ലോക പരിസ്ഥിതി ദിനാചരണവും ജൈവവൈവിധ്യ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും സംഘടിപ്പിച്ചു. പുത്തൻതെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. വിശദമായ വാർത്തകൾ. ജീലാനി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിപെരുന്നാൾ നിസ്കാരം നടന്നു. ജീലാനി ഷെരീഫിൽ വെച്ച് നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സൂഫി ഗുരു ഡോക്ടർ ഷൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ നേതൃത്വം നൽകി. പ്രമുഖ സൂഫി ഗുരു ഡോക്ടർ ഷെയ്ഖ് സൂഫി മുഹമ്മദ് നിസാമുദ്ദീൻ സുൽത്താന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീലാനി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ജീലാനി ഷെരീഫിൽ വെച്ച് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സൂഫി ഗുരു ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ നേതൃത്വം നൽകി. തിരൂർ ടോപ്പ് 1 സ്റ്റേഡിയത്തിൽ നടന്ന നമസ്കാരത്തിന് അബ്ദുൽ റഷീദ് മുസ്ലിയാർ നേതൃത്വം നൽകി. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജീലാനി സ്റ്റഡി സെന്റർ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. വെട്ടന്യൂസ് തിരൂർ. തിരൂർ തലക്കെടുത്തൂർ ഭാഗത്തു നിന്നും വിതരണത്തിനായി കൊണ്ടുവന്ന രേഖകളില്ലാത്ത 29,04,100 രൂപ പോലീസ് പിടിച്ചെടുത്തു. പറവണ്ണ സ്വദേശി പുത്തൻപുരയിൽ ഹർഷാദിനെയാണ് പോലീസ് പണവുമായി കസ്റ്റഡിയിലെടുത്തത്. പറവണ്ണ സ്വദേശി പുത്തൻപുരയിൽ ഹർഷാദിനെയാണ് പോലീസ് പണവുമായി കസ്റ്റഡിയിലെടുത്തത്. BP അങ്ങാടി കൂട്ടായി ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനായി എത്തിച്ച പണമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പണം പിടിച്ചെടുത്തത്. വെട്ടന്യൂസ് തിരൂർ. പാറയിൽ ഫസലുവിന്റെ 33ാമത് പ്രസിദ്ധീകരണമായ സുകൃതം ഡോക്ടർ ഖമർനിസ അൻവർ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിക്ക് നൽകി പ്രകാശനം ചെയ്തു. സ്നേഹവീട്ടിൽ നടന്ന ചടങ്ങിൽ PP അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഖമർനിസ അൻവർ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിക്ക് നൽകി പ്രകാശനം ചെയ്തു. തിരൂർ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ, KPO റഹ്മത്തുള്ള, ബഷീർ പുത്തൻവീട്ടിൽ, ഡോക്ടർ CR മുഹമ്മദ് അൻവർ, VK റഷീദ്, അബ്ദുൽ ഖാദർ കൈനിക്കര, PI റൈഹാനത്ത്, മുജീബ് താനാളൂർ, നൌഫൽ തിരൂർ, KP അബ്ദുൽ വാഹിദ്, തറമൽ സിദ്ദിഖ് ഹാജി, ആയിഷക്കുട്ടി ടീച്ചർ, തലക്കാട് പഞ്ചായത്ത് അംഗം ഷെരീഫ ബീവി, K ഹമീദ് ഹാജി, KC അബ്ദുള്ള, അബ്ദുറഹിമാൻ കൂട്ടായി, PT ബദറുദ്ദീൻ, EK സൈനുദ്ദീൻ, സാജിദ ഇല്ലത്തപ്പാടം, AK ബഷീർ, ഷമീർ അഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. വിനോദസഞ്ചാരികളും പ്രദേശവാസികളും കാൽനടയ്ക്കായി ആശ്രയിക്കുന്ന കീരനെല്ലൂർ ന്യൂഘട്ട് നടപ്പാതയുടെ കൈവരികൾ തകർന്നത് വലിയൊരു അപകട ഭീഷണിയാണ്. കുട്ടികളും കൈക്കുഞ്ഞുങ്ങളുമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഭീഷണിയാണ് നടപ്പാതയിലെ കൈവരി തകർന്നത്.
വളരെ അടിയന്തിരമായി വലിയൊരു അപകടം വരുന്നതിനു മുമ്പ് തന്നെ കൈവരികൾ പുനഃസ്ഥാപിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും പരപ്പനാട് എമർജൻസി ടീം ചെയർമാനുമായ ഡോക്ടർ എം.എ. കബീർ ആവശ്യപ്പെട്ടു. കോട്ടന്തല ജനകീയ സമിതി ചെയർമാൻ റിയാസ്, മരക്കർ ഹാജി എന്നിവർ സംസാരിച്ചു. നിത്യേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും മറ്റും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന കീരനെല്ലൂർ ന്യൂക്കട്ട് പ്രദേശം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പുഴകളും തോടുകളും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ലൈഫ് ഗാർഡിന്റെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെട്ട ന്യൂസ് മലപ്പുറം. കൂട്ടായി GMLPS കൂട്ടായി നോർത്ത് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണവും ജൈവവൈവിധ്യ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണവും ജൈവവൈവിധ്യ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും തിരൂർ AEO RP ബാബുരാജ് ചടങ്ങുദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ സുധീർ താണിക്കാടിനെ ആദരിച്ചു. K. സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സുകേഷിനി ടീച്ചർ, സലാം താണിക്കാട്, ജോണി സൈമൺ, TBR കൂട്ടായി, രാജേഷ് K, ജിഷ്ണു കൊല്ലം, ആഷിജ നാലകത്ത് എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് കൂട്ടായി. താനൂർ പുത്തൻതെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വാകച്ചാർത്ത്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, രാമായണ പാരായണം, ശുദ്ധികലശം, നവകം, പഞ്ചഗവ്യം, ക്ഷേത്രവാദ്യ സംഘത്തിന്റെ മേളം, ഭഗവതി സേവ, ഉച്ചപൂജ, ബ്രഹ്മരക്ഷസിനുള്ള പൂജകൾ, പ്രസാദഊട്ട്, സർപ്പബലി എന്നിവ ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. K. കൃഷ്ണൻകുട്ടി, TV രാമകൃഷ്ണൻ, AP സോമൻ, K. പ്രവീൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.